ഇന്നത്തെ റെസിപ്പി ഓണത്തിനൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ തോരനാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ ഒരു തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മൾ ക്യാബേജൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു തോരനൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 3 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കാതെ കുറച്ച് നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പൊട്ടറ്റോ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോവും. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 വട്ടമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരണം കഴുകി. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് 3-4 വട്ടം കഴുകി നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളം ഒട്ടുമില്ലാതെ. ഇനി നമുക്ക് അടുത്തതായിട്ട് 1 കപ്പ് തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്താണ്, അധികം അരഞ്ഞു പോകരുത്. പിന്നെ ഇത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാനായിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമ്മുടെ തോരന്, കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് 2-3 ഉണക്കമുളകിൻ്റെ പീസ് മുറിച്ചിട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ മൂപ്പിച്ചെടുക്കണം. ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തോരനുള്ള കൂട്ട് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഒരുപാട് അരഞ്ഞു പോകണ്ട, അരഞ്ഞു പോയാൽ വേറൊരു പച്ച ചൊവ്വയായിരിക്കുള്ളൂ. അപ്പോൾ തേങ്ങയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ തോരൻ റെഡിയാവും. നമ്മൾ പലതരത്തിലുള്ള തോരൻ റെഡിയാക്കിയിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു പൊട്ടറ്റോ തോരൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ സാധാരണയായി പൊട്ടറ്റോ തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഓണത്തിനായതുകൊണ്ടാണ് ഞാനിപ്പോൾ എഗ്ഗ് ചേർക്കാതെ തോരൻ ഉണ്ടാക്കുന്നത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓണത്തിനൊക്കെ നോൺ വെജൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മുട്ടയും കൂടി ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ഈ ഒരു തോരന്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ ഒരു തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാബേജ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിക്സഡ് തോരനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.